നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ സംസ്കാരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ഭൗതികദേഹം കൊച്ചിയിൽ നിന്നും മുടവൻമുകളിലെ കേശവദേവ റോഡിലെ വീട്ടിലെത്തിച്ചു. ചലച്ചിത്ര സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അമ്മയുടെ നടക്കുകയാണ്. വൈകിട്ട് മുടവൻമുകളിലെ വീട്ടുവളപ്പിലാണ് സംസ്കാരം നടക്കുക. കൊച്ചിയിൽ നിന്നും മൃതദേഹം പുലർച്ചെയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. നിരവധി സിനിമാ ലോകത്തെ പ്രമുഖരും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമൊക്കെ അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി വീട്ടിലെത്തുന്നുണ്ട്. ഇന്നലെ ഉച്ചയോടെയാണ് മോഹൻലാലിൻ്റെ അമ്മ മരിക്കുന്നത്. പക്ഷാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 10 വർഷമായി ചികിത്സയിലിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി രോഗം മൂർച്ഛിച്ചിരുന്നു. അതിനെ തുടർന്നാണ് പെട്ടെന്ന് വിയോഗം ഉണ്ടാകുന്നത്. അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സ. ഇപ്പോൾ രജിത്ത് ചേരുന്നുണ്ട്. രജിത്ത്, കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടതാണ്, നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കുവാനായി എത്തിക്കൊണ്ടിരിക്കുന്നത്. എപ്പോഴായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക? ലിജിൻ, ഇപ്പോൾ ഞാനുള്ളത് മോഹൻലാലിൻ്റെ തിരുവനന്തപുരത്തെ വസതിയിലാണ്. നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിൻ്റെ അമ്മയുടെ ഭൗതിക ശരീരം ഇന്നലെ ഉച്ചയോടുകൂടിയാണ് അവരുടെ മരണമുണ്ടാകുന്നത്. അതിനുശേഷം കൊച്ചിയിലെ വസതിയിൽ പൊതുദർശനത്തിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തെ വസതിയിലേക്ക് ഭൗതികദേഹം എത്തിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ഇന്ന് പുലർച്ചയോടുകൂടി, ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് കൊച്ചിയിൽ നിന്നും ഭൗതികദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. പുലർച്ചയോടുകൂടി ഭൗതികദേഹം തിരുവനന്തപുരത്ത് മുടവൻമുകളിലുള്ള വീട്ടിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഇവിടെ പൊതുദർശനം തുടർന്നുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് 4 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിന് ഉള്ള ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ ഈ വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകളും നടക്കുന്നത്. മോഹൻലാലിൻ്റെ അച്ഛനായിട്ടുള്ള വിശ്വനാഥൻ നായരുടെ സംസ്കാരം നടത്തിയ അതിനോട് ചേർന്ന് തന്നെയാണ് അമ്മയ്ക്കും അന്ത്യവിശ്രമത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. നിലവിലിപ്പോൾ തിരുവനന്തപുരത്തെത്തിച്ച ഭൗതികദേഹം പൊതുദർശനത്തിനായി നിരവധി പേരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ, സിനിമാ മേഖലയിലെയും നിരവധി പ്രമുഖർ തിരുവനന്തപുരത്തെത്തിയും അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മോഹൻലാൽ കളിച്ചു വളർന്ന, അല്ലെങ്കിൽ മോഹൻലാലിന് വളർന്ന സ്ഥലമാണ് തിരുവനന്തപുരം. അവിടെ വീടിനോട് ചേർന്നുള്ള ആ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ അമ്മയുടെ ഭൗതികദേഹവും തിരികെ എത്തിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 വർഷം മുമ്പ് പക്ഷാഘാതത്തെ തുടർന്നാണ് തിരുവനന്തപുരത്തും ചികിത്സാർത്ഥം അമ്മയെ കൊച്ചിയിലേക്ക് എത്തിക്കുന്നത്. കൊച്ചിയിൽ പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടി തന്നെ അമൃത ആശുപത്രിയിലായിരുന്നു ചികിത്സ തുടർന്നു വന്നിരുന്നത്. അതിനു ശേഷം കഴിഞ്ഞ 3 ദിവസം മുമ്പാണ് ആരോഗ്യം കൂടുതൽ ക്ഷയിക്കുകയും തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നത്. ചികിത്സ പിന്നീട് വീട്ടിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്തുതന്നെയായാലും ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ശാന്തകുമാരി അമ്മയുടെ മരണം ഉണ്ടാകുന്നത്. അതിനുശേഷം കൊച്ചിയിൽ തുടർന്ന പൊതുദർശനത്തിന് ശേഷമാണ് ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. സ്വന്തം നാടായ തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും അവിടെ നിന്നും ഇന്ന് വൈകിട്ടോടുകൂടി സംസ്കാര ചടങ്ങുകൾ അടക്കം നടത്തുന്നതിനുള്ള ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മുടവൻമുകളിലെ വീടിനോട് ചേർന്ന് തന്നെ വിശ്വനാഥൻ നായർ, മോഹൻലാലിൻ്റെ അച്ഛൻ്റെ സംസ്കാര ചടങ്ങുകൾ നടത്തിയതിന് സമീപത്തായി തന്നെയാണ് അമ്മയുടെയും സംസ്കാര ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. നിരവധി പ്രമുഖർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വൈകിട്ട് 4 മണി വരെ പൊതുദർശനം ഈ വീട്ടിൽ തന്നെ തുടരും. അതിനുശേഷമായിരിക്കും സംസ്കാരം നടത്തുക. നിരവധി ആളുകൾ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക സിനിമാ രംഗങ്ങളിൽ നിന്നുള്ള പ്രമുഖരാണ് ഇവിടേക്ക് എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നതിനായി ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 89ാം പിറന്നാളടക്കം കൊച്ചിയിൽ വളരെ ആഘോഷപരമായി തന്നെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം തീരെ വയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അമ്മയ്ക്ക് തീരെ വയ്യാതായ ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം തന്നെ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്കാണ് അമ്മ എത്തി നിൽക്കുന്നത്. നടക്കും മോഹൻലാൽ വേദിയിലടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ഫാൽക്കെ അവാർഡ് ലഭിച്ചതുപോലും, അത് ഫാൽക്കെ അവാർഡ് ലഭിച്ചതിന്
ശേഷം അദ്ദേഹം നേരെ എത്തിയത് തന്നെ അമ്മയെ കാണുന്നതിന് വേണ്ടിയിട്ട്. അത്ര കണ്ടൊരു ആത്മബന്ധം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ അമ്മമാരോടൊരു എല്ലാവർക്കും ഉള്ള തരത്തിൽ തന്നെ അദ്ദേഹത്തിനും ഒരു വലിയ ആത്മബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങൾക്കും എന്ത് തിരക്കുകൾ ഉണ്ടെങ്കിൽ പോലും അമ്മയെ കാണുന്നതിനും അമ്മയുടെ അടുത്തേക്ക് എത്തുന്നതിനും അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വിശ്വശാന്തി, അവരുടെ രണ്ടുപേരുടെയും പേരുകൾ ചേർത്തുകൊണ്ടുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ തയ്യാറാക്കുകയും വിശ്വശാന്തി ഫൗണ്ടേഷനിലൂടെ നിരവധി പ്രവർത്തനങ്ങൾ ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു വന്നത്. അത്തരത്തിൽ അച്ഛനോടും അമ്മയോടും ഉള്ള ഒരു ആത്മബന്ധവും അവരോടുള്ള സ്നേഹവും പലപ്പോഴായി നമുക്ക് പല വേദികളിലായി മോഹൻലാലിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ അത്ര കണ്ട് ആത്മബന്ധത്തോടു കൂടി കഴിഞ്ഞിരുന്ന അമ്മയുടെ വിടവാങ്ങൽ ആ ഒരു ഘട്ടത്തിൽ അത് തിരുവനന്തപുരത്തേക്ക് തന്നെ അമ്മയുടെ ഭൗതികദേഹം തിരികെ എത്തിക്കണമെന്ന മോഹൻലാൽ തന്നെയാണ് സുഹൃത്തുക്കളോട് പറയുകയും അങ്ങനെ കൊച്ചിയിൽ നിന്ന് ഭൗതികദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിക്കുകയും അച്ഛൻ അന്തി ഉറങ്ങുന്ന അതിന് സമീപം തന്നെ അമ്മയ്ക്കും സംസ്കാര ചടങ്ങുകൾ നടത്തണമെന്ന ആവശ്യം അദ്ദേഹം സുഹൃത്തുക്കളുമായി പങ്കുവെക്കുകയും അങ്ങനെ ഭൗതികദേഹം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തെ വസതിയിലേക്ക് എത്തിക്കുകയുമായിരുന്നു. ഇപ്പോഴും സാമൂഹ്യ സംസ്കാര രംഗത്തെ നിരവധി പ്രമുഖർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടുകാരായിട്ടുള്ള നിരവധി ആളുകളും ഇവിടെ ഉണ്ട്. അവർക്ക് പലതരത്തിലുള്ള ഓർമ്മകളാണ് മോഹൻലാലിൻ്റെ അമ്മയും അച്ഛനും. രജിത്ത്, അതോടൊപ്പം തന്നെ നേരത്തെ രജിത്ത് സൂചിപ്പിച്ചതുപോലെ പല വേദികളിലും മോഹൻലാൽ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ വളരെ വാചാലനാവുകയായിരുന്നു. മാത്രമല്ല ഏറ്റവും അവസാനം അദ്ദേഹം പറഞ്ഞത് ഓർക്കുന്നുണ്ട്, അതായത് ഈ പിന്നീട് പല കാര്യങ്ങളും അമ്മയോട് സംസാരിക്കാൻ പഴയതുപോലെ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും അത് അസുഖത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും ഞങ്ങൾ തമ്മിൽ കണ്ണുകൾ കൊണ്ട് സംഭാഷണം നടത്താറുണ്ട്. ഞാൻ പറയുന്നത് അമ്മയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, അമ്മ പറയുന്നത് എനിക്കും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ വലിയൊരു ആത്മബന്ധം ഉണ്ടായിരുന്ന ഒരു ബന്ധത്തിലാണ് ഇപ്പോൾ ഇതാ മോഹൻലാലിൻ്റെ അമ്മ വിടവാങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്കും എല്ലാവർക്കും വളരെ സുപരിചിത കൂടിയാണ് ഈ മോഹൻലാലിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ഈ സമയത്തും അല്ലെങ്കിൽ ഇപ്പോഴും ഈ ആദരാഞ്ജലി അർപ്പിക്കുവാനായി ഇങ്ങനെ എല്ലാ മേഖലകളിലുമുള്ള ആളുകൾ ഒഴുകിയെത്തുന്നത്. തീർച്ചയായും നമുക്കറിയാം മോഹൻലാലിനെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വലിയൊരു നടനെ ലോകത്തിന് സംഭാവന ചെയ്ത ആളെന്ന നിലയിൽ ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെയും തന്നെ എല്ലാവരും എപ്പോഴും സസൂക്ഷ്മം അല്ലെങ്കിൽ സശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക് മോഹൻലാലിനെ ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സ്വഭാവ രൂപീകരണത്തിലടക്കം കൃത്യമായ പങ്കുവഹിച്ചിട്ടുള്ള അമ്മയുടെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുന്നത് ഏറെ ആവേശത്തോടു കൂടിയാണ് ഓരോരുത്തരും കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ശാന്തകുമാരി അമ്മ എന്ന് പറയുന്നത് ലോകത്ത് ജനങ്ങൾക്ക് ഒപ്പം തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും തന്നെ അടുത്തറിയുന്ന ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര കണ്ട് ഒരു ആൾക്കൂട്ടം അല്ലെങ്കിൽ ആളുകളുടെ ഒരു വരവ് മോഹൻലാലിൻ്റെ അമ്മ എന്നതിനപ്പുറം മോഹൻലാലിനെ പാകപ്പെടുത്തിയ ആൾ എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു അറിവ് ലോകത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതാണ്, നാട്ടുകാർക്കടക്കം ഇവിടെ അവർ വന്ന് താമസിച്ച് ചെറുപ്പം മുതൽ തന്നെ മോഹൻലാലിനെ കണ്ടു വളർന്ന ആളുകളാണ് ഈ മുഴുവൻ പ്രദേശത്തുള്ള ആളുകളൊക്കെയും തന്നെ. അവർക്കൊക്കെയും ഏറെ സുപരിചിതയാണ് അവരുടെ കുടുംബം എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ അന്ത്യവിശ്രമം ഇവിടെ തന്നെ ആകണം എന്ന ഒരു തീരുമാനത്തിലേക്കും മോഹൻലാൽ അടക്കമുള്ളവർ എത്തിയത് എന്ന് നമുക്ക് കരുതാൻ കഴിയും. നമുക്കറിയാം കഴിഞ്ഞ 10 വർഷം മുമ്പാണ് അവർക്ക് പക്ഷാഘാതം അടക്കമുണ്ടാകുന്നത്. അതിനുശേഷം ചികിത്സാർത്ഥം തന്നെ കൊച്ചിയിലേക്ക് പോവുകയും അവിടെ പ്രത്യേകമായി വീടെടുത്തുകൊണ്ട് തന്നെ ചികിത്സ തുടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പലപ്പോഴായി സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതോടൊപ്പം തന്നെ ആവശ്യമായ എല്ലാ സന്ദർഭങ്ങളിലും അദ്ദേഹം അമ്മയെ കാണാൻ പലപ്പോഴായി കൊച്ചിയിലേക്ക് തിരികെ എത്തുന്ന ഒരു സാഹചര്യം. പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലെ തിരക്കുകൾക്കിടയിലും അദ്ദേഹം അമ്മയുടെ കാര്യങ്ങൾക്കായി ഓടിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് പലപ്പോഴായി കാണാനും കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഒരാത്മബന്ധം പലപ്പോഴായി അവർ തുടർന്നു വന്നിരുന്നു. ആ ആത്മബന്ധം പലപ്പോഴായി മോഹൻലാൽ ബ്ലോഗുകളിലൂടെ അടക്കം അത് കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കുറിപ്പുകളിൽ നിന്ന് തന്നെ മലയാളികൾക്കൊക്കെയും ഇവർ തമ്മിലുള്ള ബന്ധവും ആ ഒരു സ്നേഹബന്ധവും ഒക്കെ എല്ലാവർക്കും അറിഞ്ഞിരുന്ന കാര്യങ്ങളാണ്. അവർ തുടർച്ചയായി അറിഞ്ഞു വന്നിരുന്നു. ഒരുപക്ഷെ ശാന്തകുമാരിയമ്മയുടെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ബ്ലോഗുകളിലൂടെയുള്ള മോഹൻലാലിൻ്റെ സംസാരത്തിലൂടെയോ അല്ലെങ്കിൽ പ്രസംഗങ്ങളിലൂടെയോ
ഒക്കെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിലൂടെയൊക്കെ കൃത്യമായി തന്നെ മലയാളികളും അറിഞ്ഞിരുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ കൊച്ചിയിലടക്കം നമുക്കറിയാം ഭൗതികദേഹം പൊതുദർശനത്തിനായി വെച്ച അവിടെ ഭൗതികദേഹം തിരികെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് വരെ പൊതുദർശനത്തിന് തുടർച്ചയായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത് തന്നെയാണ് പുലർച്ചയോടുകൂടി തിരുവനന്തപുരത്ത് മുടവൻമുകളിലെ വീട്ടിലേക്ക് ഭൗതികദേഹം എത്തിച്ചതിന് ശേഷം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോഴും ആളുകൾ തുടർച്ചയായി ഇവിടേക്ക് ഭൗതികദേഹം കാണുന്നതിനായി എത്തുന്നു എന്നത് തന്നെയാണ്. മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഭൗതികദേഹത്തിനൊപ്പം തന്നെ അവിടെ ഉണ്ട് എന്നതാണ്. അദ്ദേഹം ഓരോരുത്തരായി അദ്ദേഹത്തെ കണ്ട് ആശ്വസിപ്പിക്കുകയും ഒപ്പം തന്നെ കടന്നു പോവുകയും ചെയ്യുന്നു. മോഹൻലാലിനൊപ്പം പ്രവർത്തിച്ചവർ, ഒപ്പം തന്നെ നാട്ടുകാരായ ആളുകൾ ഒക്കെയും തന്നെ ഇവിടെ. ശരി രജിത്ത്, എന്തായാലും നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരിയുടെ സംസ്കാരം വൈകിട്ടാണ് തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടുവളപ്പിൽ നടക്കുക. ഇപ്പോഴും നിരവധി ആളുകൾ അമ്മയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാവുന്നത് പോലെ മോഹൻലാലും അമ്മയുമായിട്ടുള്ള ബന്ധം, ആത്മബന്ധം വളരെ ഗാഢമായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെ അറിയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ അമ്മയെയും മലയാളികൾക്കൊക്കെ തന്നെ സുപരിചിതമായിരുന്നു. രജിത്താണ് വിവരങ്ങൾ നൽകിയത്.